കാസർഗോഡ് ഉപ്പളയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തിയ പ്രതിപ്പിടിയിൽ പത്വാടി സ്വദേശി സവാദിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് സുഹൃത്തായ സുരേഷിനെ പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി.കെ. ചേരുന്നു. സരീഷ്, പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്? വിവരങ്ങൾ. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇന്ന് പുലർച്ചെ ഈ സവാദിന്റെ ബന്ധു വീട്ടിലേക്ക് ഇയാൾ എത്തും എന്ന സൂചന പോലീസിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മഞ്ചേശ്വരത്ത് തന്നെ വെച്ച് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ മണിക്കൂറുകളിലായി കർണാടക അതിർത്തി കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യമുള്ളതിനാൽ കർണാടകത്തിലും അതോടൊപ്പം തന്നെ ഇയാളുടെ ബന്ധു വീട്ടിലും ഇയാൾ പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പ്രതിയെ കണ്ടെത്താനായില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിക്കുന്നത്. തുടർന്ന് ഇന്നലെ രാത്രി പുലരുവോളം നടത്തിയ പരിശോധനയിലാണ് ഈ സവാദിനെ കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ പറയുന്നത് സ്ഥിരമായി ഈ സെക്യൂരിറ്റി ജീവനക്കാരനും ഒപ്പം തന്നെ സവാദും മദ്യപിക്കാറുണ്ട്. രാത്രി ഒരുമിച്ചിരുന്നാണ് മദ്യപിക്കാറ്. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോലി ചെയ്യുന്ന ബാങ്കിന് സമീപത്ത് തന്നെ വെച്ചാണ് അയാൾ മദ്യപിച്ചുകൊണ്ടിരുന്നത്. പതിവ് പോലെ ഈ ചൊവ്വാഴ്ചയും മദ്യപിച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ, അതായത് മരിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ സവാദിനെ തെറി പറയുകയും പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. പക്ഷെ മരിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം സവാദ് അവിടെ നിന്നും മാറുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചതായി താൻ അറിഞ്ഞത് എന്നാണ് ഇപ്പോൾ സവാദ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം പല കേസുകളിലും ഈ മഞ്ചേശ്വരം പോലീസിൽ തന്നെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കീഴിൽ തന്നെ ലഹരിക്കടത്ത്, മോഷണമടക്കം 4 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഇയാൾ മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കാം കടന്നത് എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇയാളെ മൊഴി രേഖപ്പെടുത്തുകയും അടുത്ത മണിക്കൂറിൽ പരിശോധന, അതായത് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്ത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാസർഗോഡ് നിന്ന് സരീഷ് പി.കെ.